പുകഴ്ത്താൻ വേണ്ടി എന്ത് പറയുകയാണെങ്കിലും അത് സ്വലാത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നബിയുടെ ആ ജനനവും ശൈശവവും ബാല്യവും നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ ചിന്തിക്കണം, അത് സ്വലാത്താണ്. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമതായി റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ചയാണ് ജനിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനനത്തിന്റെ മുമ്പുള്ള വിഷയങ്ങൾ തന്നെ ഒരുപാട് പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. ജനനത്തിന് മുമ്പുള്ള വിഷയങ്ങൾ തന്നെ സമഗ്രാണ്, വിശദമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ജനനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി ഖത്താദ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഖത്താദ തങ്ങളിൽ നിന്ന് നിവേദനം, അന്ന അറാബിയൻ ഖാല യാ റസൂലല്ലാഹ്, ഒരു അറാബി ഒരിക്കൽ ഹബീബായ നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല നബിയെ, മാ തഖൂലു ഫീ യൗമി മാ തഖൂലു ഫീ സൗമി യൗമിൽ ഇസ്നൈൻ. അല്ല, തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണല്ലോ, തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണല്ലോ നബിയെ, എന്ത് ഈ തിങ്കളാഴ്ച നോമ്പ് സുന്നത്തായത്? ഫഖാല, അപ്പോൾ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, റാക യൗമുൻ ഉലിത്തു ഫീഹി, എന്തേ കാര്യം എന്നറിയോ, അന്നാണ് ഞാൻ ജനിച്ചത്, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനനം തിങ്കളിലാണ്, വഹയിന്റെ തുടക്കം തിങ്കളാഴ്ചയാണ്, ഹിജ്റ പോയത് തിങ്കളാഴ്ചയാണ്, മദീനയിലെത്തിയതും തിങ്കളാഴ്ചയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് നിവേദനം, ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ഇസ്നൈൻ, ഹബീബായ നബി ജനിച്ചത് തിങ്കളാഴ്ചയാണ്. വസ്തുംബി യൗമൽ ഇസ്നൈൻ, ആദ്യമായി വഹ്യ് ലഭിച്ചത് തിങ്കളാഴ്ചയാണ്. വഖറജ മുഹാജിറൻ മിൻ മക്ക ഇലൽ മദീന യൗമൽ ഇസ്നൈൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് തിങ്കളാഴ്ചയാണ്. വഖദിമൽ മദീനത യൗമൽ ഇസ്നൈൻ, മദീനയിലെത്തിയതും തിങ്കളാഴ്ചയാണ്. വറഫഅൽ ഹജറൽ അസ്വദ യൗമൽ ഇസ്നൈൻ, ഹജറുൽ അസ്വദിനെ യഥാസ്ഥാനത്ത് വെക്കുന്ന വിഷയത്തിൽ വലിയ തർക്കമുണ്ടായി. 4 ദിവസത്തോളം തർക്കം നീണ്ടു നിന്നു. അവസാനം ഇങ്ങനൊരു തീരുമാനം എടുത്തു, ഇനി ആരാണോ ആദ്യം ഇങ്ങോട്ട് കയറി വരിക അയാളെ ഏൽപ്പിക്കാം. ഖുറൈശിനെ ഗോത്രങ്ങൾ, ഓരോ ഗോത്രത്തിന്റെയും ആളുകൾ, ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ നേതാവാണ്, ഈ കല്ല് വെക്കാൻ ഏറ്റവും യോഗ്യൻ അയാളാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. തർക്കമായി. ഒരു സംഘട്ടനത്തോടടുത്തു കാര്യങ്ങൾ. അപ്പൊ പ്രായമുള്ള ഒരാള് പറഞ്ഞു, വേണ്ട, നമ്മൾ തർക്കിക്കണ്ട, ഒരു കാര്യം ചെയ്യാ, ഇനി ആരാണോ ഇതിലൂടെ ആദ്യം ഇങ്ങോട്ട് കടന്നു വരുന്നത് അയാളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. കടന്നു വന്നത് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബാണ്. അവർക്ക് സന്തോഷമായല്ലോ, അവര് വിളിച്ചു പറഞ്ഞല്ലോ, ഹാദൽ അമീനു റളീനാ, ഹാദൽ അമീനു റളീനാ. ഓ, നമ്മളെ വിശ്വസ്തനാണ്, അല്ലമീനാണ്, സന്തോഷമായി റാഹത്തായി എന്ന് വിളിച്ചു പറഞ്ഞു. ചുരുക്കത്തിൽ ആ കല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മേൽവസ്ത്രം അവിടെ വിരിച്ചു, കല്ലതിലേക്ക് എടുത്തുവച്ചു, എല്ലാരോടും പിടിക്കാൻ ആവശ്യപ്പെട്ടു, ഉയർത്തി. എന്നിട്ട് ആ കല്ലങ്ങോട്ട് എടുത്തു വെച്ചത് അതും തിങ്കളാഴ്ചയാണ്. ഇതൊക്കെ റബീഉൽ അവ്വലിലുമാണ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതായാലും ചുരുക്കി പറയാ, ആ ജനനത്തിന്റെ ഘട്ടത്തിൽ തന്നെ എത്രയെത്ര അത്ഭുതങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി ഗർഭം ധരിച്ചത് മുതൽ തന്നെ മഹാ അത്ഭുതങ്ങൾ കാണുകയുണ്ടായി. ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു അൻഹാ. ഇത് ശരിക്കും മനസ്സിലാക്കണേ, നമ്മൾ പഠിക്കുന്നത് അള്ളാന്റെ റസൂലിനെ കുറിച്ചാണ്.
ഹബീബായ നബിയെ കുറിച്ചാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബാപ്പാക്കെ മക്കളെ പഠിപ്പിക്കൽ നിർബന്ധ. ഒന്നാമത് ബാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, മോനെ നമുക്കൊരു നബി ഉണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ഇതാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിസ്കാരല്ല, കുട്ടിയുടെ പേരല്ല, കുട്ടിയെ ടാറ്റ കാട്ടാൻ പഠിപ്പിക്കല്ല. ഒന്നാമതായി ബാപ്പാക്ക് നിർബന്ധം മക്കളെ പഠിപ്പിക്കണം, നമ്മളെ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചത് മക്കയിലാണ്, വഫാത്തായത് മദീനയിലാണ്. ഇത് പഠിപ്പിക്കലാ നിർബന്ധം. അപ്പോൾ ആ ഒരു ബന്ധം നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഹബീബിനെ കുറിച്ച് പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമിന ബീവി ഗർഭം ധരിച്ച് 2 മാസമായപ്പോഴത്തേക്ക് ബാപ്പ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു പോയി. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവർ ഹബീബായ നബിയുടെ ബാപ്പ ഒരു യാത്ര പോവുകയാണ്. കച്ചവടത്തിനായി ഷാമിലേക്ക് പോയി. ഫീ ഗീരിൻ മിൻ ഇറാനി ഖുറൈശ്, ഖുറൈശി കച്ചവട സംഘത്തിൽ ഒരു സംഘത്തിൽ കച്ചവടത്തിനായി ഷാമിലേക്ക് പുറപ്പെട്ടു മക്കയിൽ നിന്ന്. അങ്ങനെ ഫഫറഗൂ മിൻ തിജാറാതിഹിം, കച്ചവടത്തിൽ നിന്ന് വിരമിച്ചല്ലോ. സുമ്മൻസറഫൂ ഫമറൂ ബിൽ മദീന, അങ്ങനെ ഷാമിൽ നിന്ന് തിരിച്ചു വരികയാണ്. മദീനയിലെത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളക്ക് ശക്തമായ രോഗം പിടിപെട്ടുവല്ലോ, അസഹ്യമായ പനി ബാധിച്ചുവല്ലോ. അപ്പോൾ ഫഖാല അതഖല്ലഫു ഇൻദ അഖ്വാൽ, കൂടെയുള്ളവരോട് ഖുറൈശികളോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ തൽക്കാലം മക്കയിലേക്ക് വരുന്നില്ല, എന്റെ കുടുംബത്തിന്റെ അടുത്ത് മദീനയിൽ തങ്ങാം. മദീനയിൽ ബഹുമാനപ്പെട്ട ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെ റളിയല്ലാഹു അൻഹുമാ അവരുടെ കുടുംബങ്ങളുണ്ടായിരുന്നു. ഞാൻ മദീനയിൽ തങ്ങാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. കച്ചവട സംഘം മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിലെത്തിയപ്പോൾ ഫഖദിമൂ